പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വൈകിയ സമയം എല്ലാ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയത്തും ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഭവനങ്ങളിൽ അകത്തായിരിക്കുന്ന ജോലി സ്ഥാപനങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങളെ രേഖപ്പെടുത്തുന്നു. ഇന്നിന്റെ പ്രഭാതം മുതൽ പത്തനംതിട്ടയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചാരംഭിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായുള്ള ബോധവൽക്കരണ സുവിശേഷ സന്ദേശ യാത്രയാണ് ഈ വൈകിയ സമയവും നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. കേവല മുൻവിധികളൊന്നുമില്ലാതെ തന്നെ ഈ ശബ്ദ സന്ദേശം ശ്രവിക്കണമേ എന്ന ആഹ്വാനത്തോടെ എന്റെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിച്ച ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളോട് അറിയിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആദ്യമായി തന്നെ ഓർമ്മിപ്പിക്കട്ടെ, ഇത് ആരുടെയും മതം മാറ്റുന്ന ഒരു പ്രസംഗമല്ല. ഞങ്ങൾക്ക് മതമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് നിങ്ങളുടെ മുൻപിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ക്രിസ്തുവിന്റെ സ്നേഹം, അല്ലമീനെ രൂപാന്തരപ്പെടുത്തിയ ക്രിസ്തുവിന്റെ സുവിശേഷം, ആ യേശു ക്രിസ്തു നിങ്ങളെ വിടുവിക്കാൻ ശക്തനാണെന്നുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങളോട് അല്പസമയം പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഈ സമൂഹത്തിലേക്ക് നാം ഒന്ന് ഇറങ്ങി പരിശോധിച്ചാൽ എവിടെയും അരാജകത്വങ്ങളും അനീതികളും അക്രമങ്ങളും നിറഞ്ഞ ജീവിതമാണ് നമുക്ക് കാണുവാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെ മറക്കുന്ന തലമുറകളും സ്വന്തം മക്കളെ മറക്കുന്ന മാതാപിതാക്കളും പണത്തിനു വേണ്ടി സ്വന്തം രക്തബന്ധങ്ങളെ പോലും മറന്നു കളയുന്ന മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊല്ലുവാൻ പോലും മടി കാണിക്കാത്ത ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും അരാജകത്വങ്ങളും അനീതികളും അക്രമങ്ങളും നിറഞ്ഞ ജീവിതമാണ് മനുഷ്യൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ശാസ്ത്രം അതിന്റെ പുരോഗതിയിലേക്ക്, യുഗം അതിന്റെ അവസാനത്തിലേക്ക് കുതിച്ചു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർച്ചയിൽ ഉന്നതി പ്രാപിക്കുമ്പോൾ, സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത നമുക്ക് പുരസ്കരിക്കാൻ കഴിയുന്നതല്ല. ഞാനിത് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇത്ര ബുദ്ധികെട്ട പ്രവൃത്തികൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ഉത്തരം വളരെ വ്യക്തമായും ശക്തമായും സ്പഷ്ടമായും വിളിച്ചു പറയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ സത്യ തിരുവചനമായ ബൈബിൾ മാത്രമാണ്. ബൈബിൾ പഠിപ്പിക്കുന്നു, ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് മനുഷ്യരിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പാപം എന്നുള്ള വസ്തുതയാണ്. എന്താണ് പാപം? പാപം എന്ന് പറയുന്നത് ഒരു അവയവമല്ല. ഒരു അവയവമായിരുന്നെങ്കിൽ അതിനെ മുറിച്ചു കളഞ്ഞ മനുഷ്യനെ പാപി അല്ലാതെ ജീവിക്കാമായിരുന്നു. പക്ഷേ പാപം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അനുസരണക്കേട് കാണിക്കുന്നത് മുഖാന്തരം മനുഷ്യന്റെ കൂടെ അവന്റെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന മാറ്റമാണ് പാപം എന്ന് പറയുന്നത്. ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് ഏദൻ പർദീസയിലാക്കി വെച്ചു. പക്ഷേ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ആദാം പാപിയായി മാറി. തന്റെ വിശുദ്ധിയിൽ തേജസ്സിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിന്റെ തേജസ്സിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെട്ടവനായി തീർന്നു. ആ ആദാമിന്റെ പരമ്പരയിലാണ് നാം ഓരോരുത്തരും മനുഷ്യർ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത്. ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ വൈകിയ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. ലോകം എത്രയോ പേരും പെരുമയുമുള്ള പ്രശസ്ത നേതാക്കന്മാരെ കണ്ടിരിക്കുന്നു. മത നേതാക്കന്മാരോ തത്വസംഹിതകളോ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒക്കെ കണ്ടിരിക്കുന്നു. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ പേരാണ് നസ്രയത്തുകാരനായ യേശുക്രിസ്തു. ആരാണ് യേശുക്രിസ്തു എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളായിരിക്കും പറയാനുണ്ടായിരിക്കുന്നത്. പക്ഷേ അഖിലാണ്ട ചരിത്രം നാം പരിശോധിച്ചാൽ അഖിലാണ്ട ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ചുകൊണ്ട് നാമമുയർത്തിയ ഒരു നാമമാണ് ശ്രീ യേശുക്രിസ്തുവിന്റെ നാമം. മനുഷ്യന്റെ പാപം
നീതിമാനും വിശുദ്ധനുമായ ദൈവത്തിൽ നിന്ന് അവനെ അകറ്റി കറുത്തിരുണ്ട മനസാക്ഷിയോടെ പാപത്തിന്റെ ചേറ്റുകണ്ടത്തിൽ താഴ്ത്തുന്നു. എന്നിട്ട് പാപത്തിന്റെ ചേറ്റുകണ്ടത്തിൽ നിലം പതിച്ച മനുഷ്യൻ പാപത്തിന് പരിഹാരം കാണാതെ താൽക്കാലിക കർമ്മമാർഗങ്ങൾ ചെയ്ത് പാപത്തിൽ നിന്ന് രക്ഷ നേടാമെന്ന് വിചാരിച്ച് അവൻ പല കർമ്മമാർഗങ്ങൾ അവലംബിക്കുന്നു. പക്ഷേ അവന്റെ കർമ്മമാർഗങ്ങൾക്കൊന്നും പാപത്തിൽ അവനെ വിടുവിക്കാൻ സാധിക്കുന്നില്ലെന്ന് കാണുമ്പോൾ സമൂഹത്തിൽ മാന്യതയും ആരോഗ്യവും സൗന്ദര്യവും വിദ്യാഭ്യാസവും സമ്പത്തുമുള്ളവർ സന്തോഷം നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് തന്റെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ അമ്പയെ പരാജയത്തിൽ ചെന്നെത്തി ആത്മഹത്യയുടെ വക്കിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആത്മഹത്യയരുത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പ്രശ്നങ്ങളുടെ മുൻപിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങളുടെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി തരാൻ കഴിയുന്ന ഒരു നല്ല രക്ഷിതാവ് ഈ ശബ്ദ സന്ദേശം താങ്കൾ കേൾക്കുമ്പോൾ താങ്കളുടെ ഹൃദയ കവാടത്തോട് മുട്ടിക്കൊണ്ടിരിക്കുക. ആ രക്ഷിതാവിന്റെ പേരാണ് ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ യേശു ക്രിസ്തു എന്ന നാമം. ഇത് വിളിച്ചു പറഞ്ഞിരിക്കുന്ന എന്റെ പേര് അല്ലമീൻ എന്നാണ്. പാരമ്പര്യമായി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട അല്ലമീൻ എന്തിനെ ഈ ഉച്ചസമയം ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുമെന്ന് അറിയാമോ? എന്റെ പാപത്തിന് പരിഹാരം കാണാതെ, എന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി തരാൻ കഴിയാതെ, എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ കഴിയാതെ, ഞാൻ വിശ്വസിച്ച ദൈവങ്ങൾ, ഞാൻ വിശ്വസിച്ച കർമ്മ അനുഷ്ഠാനങ്ങൾ, ഞാൻ വിശ്വസിച്ച മത നേതാക്കന്മാർക്ക്, എന്റെ വിശ്വാസങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയാതെ അമ്പേ പരാജയപ്പെട്ടപ്പോൾ ഞാൻ തേടി പോകാതെ എന്നെ തേടി വന്ന് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സ്നേഹമുണ്ട് പ്രിയമുള്ളവരെ. ആ സ്നേഹത്തിന്റെ ഉടമയുടെ പേരാണ് യേശു ക്രിസ്തു. തന്റെ ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച ഉത്തമ മാതൃകയായ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. നോക്കണമേ, ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യൻ മൃഗങ്ങൾക്ക് പോലും ലജ്ജ ഉളവാക്കുന്ന നിലവാരത്തിൽ ജീവിച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, 4 വരി പാതയിലൂടെ 4 വയസ്സുകാരിക്കും 40 വയസ്സുകാരിക്കും ഒരുപോലെ ഇറങ്ങി നടക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധി നികൃഷ്ടമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ രൂഢമൂലമായി കിടക്കുന്ന പാപമാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ തന്റെ പാപപ്രവൃത്തികളിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് വളരെ അത്യാവശ്യമാണ്. ഈ മനുഷ്യന്റെ പാപത്തിന്റെ പിടിയിലായതിന്റെ അനന്തര ഫലമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മദ്യത്തിന്റെയും മയക്കമരുന്നിന്റെയും വളർച്ച. എവിടെ നോക്കിയാലും ഇന്ന് വളരെ സൗജന്യമായി സുലഭമായി മദ്യവും മയക്കമരുന്നും എന്തിനേറെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എന്താ ഇതിനെല്ലാം വിളിച്ചു കാണിക്കുന്നറിയാമോ? മനുഷ്യന്റെ പോക്ക് നാശത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ഒരിക്കൽ ഒരു ചെറിയ കുട്ടിക്ക് ഒരു മനോഹരമായ പക്ഷിയെ കിട്ടുവാനിടയായി തീർന്നു. പക്ഷിയുടെ ഭംഗി കണ്ടിട്ട് ഈ കുട്ടി വിചാരിച്ചു, ഈ പക്ഷിയെ ഞാൻ വളർത്താൻ പോവുക. അങ്ങനെ ഈ പക്ഷിയെ ചെറിയൊരു പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് പക്ഷിക്ക് താമസിക്കാൻ ആവശ്യമായ ഒരു കൂട് ഈ കുട്ടി ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ദിവസങ്ങൾ കഴിയുന്തോറും ഈ കൂടിന്റെ പണി തന്നാലാവുന്നതോളം വളരെ മോടി പിടിപ്പിച്ച് ആ കൂടിനെ ഏറ്റവും മനോഹരമുള്ളതാക്കി തീർത്തു. അങ്ങനെ തന്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് ആ കൂടെല്ലാം റെഡിയായ ശേഷം ആ പക്ഷിയെ കൊണ്ട് ഇനി കൂട്ടിലേക്ക് കയറ്റുക. അതിനു വേണ്ടിയിട്ട് ആ ബാലൻ കടന്നു വന്ന് ആ പാത്രം തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ചത്തു വിറങ്ങലിച്ചു കിടക്കുന്ന ആ പക്ഷിയാണ് ആ കുഞ്ഞ് കാണുവാനിടയായി തീർന്നത്. ഈ ഒരു സംഭവം എന്തിനെ വിളിച്ചു കാണിക്കുന്നെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നാം ഓരോരുത്തരും നമ്മുടെ ഈ ഐഹിക ജീവകാലത്ത് വിലയേറിയ ചിലതിനെ തള്ളിക്കളഞ്ഞിട്ട് വിലയില്ലാത്ത ചിലതിനെ പിടിച്ചു കൂട്ടുവാനുള്ള ഓട്ടത്തിലാണ്. എന്നെ കേൾക്കുന്ന സഹോദര, നമ്മൾ ഉണ്ടാക്കുന്ന പണത്തിനോ നമ്മുടെ ബാങ്ക് ബാലൻസിനോ മണിമേട കെട്ടിപ്പറഞ്ഞ് അതിൽ താമസിച്ചത് കൊണ്ടോ ഒരിക്കലും മരണത്തിനപ്പുറം നിത്യതയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിക്കത്തില്ല. ബൈബിൾ വിളിച്ചു ചോദിക്കുന്നു, ഒരുവൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ ഇപ്പോൾ തന്നെ നാം ഉറപ്പാക്കിക്കൊള്ളുക. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു നാമം ബൈബിളിനോട് ചേർത്ത് പഠിച്ചാൽ മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല. യേശു ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല. ഹിന്ദുവിന്റെ, മുസൽമാനെന്നോ പാർസിയെന്നോ ജൈനനെന്നോ യവനെന്നോ എബ്രായനെന്നോ വ്യത്യാസമില്ലാതെ, കറുത്തവനെന്നോ വെളുത്തനെന്നോ മൂത്രക്കാരനെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും
പ്രാപിക്കുവാനിടയായി തീരുമോ? അതിക്രമത്താലും പാപത്താലും അഹങ്കരിക്കപ്പെട്ട് ഇനി ഒരു വിടുതൽ പ്രാപിക്കത്തില്ലെന്ന് ലോകശാസ്ത്രം ഒരുപക്ഷെ വിധി എഴുതി, സമൂഹം തള്ളിക്കളഞ്ഞ്, കൂട്ടുകാർ തള്ളിക്കളഞ്ഞ്, കുടുംബക്കാർ ഒറ്റപ്പെടുത്തി, ഇനി എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല, ഇവിടം കൊണ്ട് സകലവും അവസാനിച്ചു എന്ന് തീരുമാനിച്ചു വയ്ക്കുന്ന വ്യക്തി ജീവിതമേ, ഈ സന്ദേശം താങ്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അരുതേ, ആത്മഹത്യ അരുതേ. യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പാപം എത്ര വലുതായിക്കൊള്ളട്ടെ, നിന്റെ പാപത്തിന്റെ കര രക്താംബരം പോലെ കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന യേശു ക്രിസ്തു നിങ്ങളോട് ഈ സുവിശേഷ സന്ദേശം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ കവാടത്തോട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. 5 രൂപ മുടക്കില്ല, നിങ്ങൾ ഇതിനു വേണ്ടി ഒന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തെ യേശുവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കുവാനിടയായി തീരുമോ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ താങ്കളെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി വിളിച്ചു പഠിപ്പിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ഈ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യനെ തന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട്, ആദാമ്യ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് ഒരു കന്യകയുടെ ഗർഭപാത്രത്തോളം ചെറുതായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉദയം ചെയ്യുവാനിടയായി തീർന്നു. ജനനം കൊണ്ടും നിസ്തുല്യനായ ദൈവം ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മരണം കൊണ്ടും ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടും നിസ്തുല്യനായിരുന്നു. എന്നിട്ട് താൻ ഈ 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. അനാഥർക്ക് വിധവയ്ക്കും ആശ്വാസമേകിയും രോഗിക്ക് സൗഖ്യമേകിയും മരിച്ചവന് ജീവനും പുനരുദ്ധാനവും സൗജന്യമായി നൽകിക്കൊണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് തന്റെ പ്രവാചകന്മാർ മുൻകൂട്ടി അരുളി ചെയ്തതുപോലെ 33.5 തിരുവയസ്സിൽ റോമൻ പട്ടാളത്തിന്റെ ചാട്ടവാറടിയേറ്റ് ആ ശരീരം മുഴുവൻ ഉഴവുചാലുകൾ പോലെ കീറി കാരിൻപാണികൾ മേൽ തുറയ്ക്കപ്പെട്ടത്, ആകാശത്തിന് ഭൂമിക്കും മധ്യേ ഒരു കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടത്, പച്ച പൈൻമര കുരിശിന്മേൽ യേശു ക്രിസ്തു തറയ്ക്കപ്പെട്ടത്. സ്നേഹിത, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടാ, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടാ. എന്തുകൊണ്ടെന്നറിയാമോ? ബൈബിൾ പഠിപ്പിക്കുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. മരണമെന്ന യാഥാർത്ഥ്യം താങ്കളെ അന്താളിപ്പിക്കും മുൻപേ താങ്കളുടെ രക്ഷ ഉറപ്പാക്കിക്കൊള്ളുക. അതാ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാനിടയായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയ കവാടത്തോട് മുട്ടിക്കൊണ്ടിരിക്കുക. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് എന്റെ വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുവാനിടയായി തീരും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അമ്മയെ ആശ്വസിപ്പിക്കും പോലെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ഒരു നല്ല രക്ഷിതാവ് ഈ പകലിലും നിങ്ങളോട് തേടി എത്തിക്കൊണ്ടിരിക്കുക. ആ യേശുവിന് വേണ്ടി നിങ്ങളെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കുവാനിടയായി തീരുമോ? യേശു ക്രിസ്തു നിങ്ങളുടെ പണം ചോദിക്കുന്നില്ല, നിങ്ങളുടെ ആരോഗ്യം ചോദിക്കുന്നില്ല, നിങ്ങളുടെ വിദ്യാഭ്യാസം ചോദിക്കുന്നില്ല. നിങ്ങളുടെ തകർന്നും നുറങ്ങിയും ഇരിക്കുന്ന മനസ്സിനെയാണ് കർത്താവ് ചോദിക്കുന്നത്. ഒന്ന് പണിയപ്പെടുവാൻ, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അല്ലമീന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും അതിക്രമത്താലും പാപത്താലും നിരാശയോടെ പ്രാർത്ഥിച്ചിട്ടും പല കർമ്മമാർഗങ്ങൾ അവലംബിച്ചും സന്തോഷം ലഭിക്കാതെ, സമാധാനം ലഭിക്കാതെ നാശത്തിന്റെ നടുകുഴിയിലേക്ക് നടന്നു നീങ്ങുന്ന വ്യക്തി ജീവിതമാണോ താങ്കൾ? സ്നേഹിത, ഈ ശബ്ദ സന്ദേശം താങ്കൾക്ക് വേണ്ടിയാണ്. യേശു ഒരിക്കലും നിങ്ങളെ ചതിക്കുകയില്ല. യേശു ഒരിക്കലും നിങ്ങളെ അനാഥരായി വിടുകയില്ല. യേശു ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയുകയില്ല. ആ യേശുവിന്റെ സ്നേഹം നിങ്ങളെ തേടി എത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കൊന്ന് സമർപ്പിക്കുവാനിടയായി തീരുമോ? കർത്താവേ, ഞാനൊരു പാപിയാണ്, അങ്ങന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ വന്നുവെന്നും എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് മരിച്ചുവെന്നും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ തന്നെ താങ്കളുടെ പാപം ക്ഷമിച്ച് ഉള്ളിൽ ദൈവിക സമാധാനം നൽകി താങ്കളെ യേശു ക്രിസ്തു ദൈവ വൈദ്യരാക്കി തീർക്കുവാനിടയായി തീരുന്നു. അതുകൊണ്ട് സഹോദര, സഹോദരി, താങ്കൾ ചിന്തിച്ചു കൊള്ളുക, താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ കർമ്മമാർഗങ്ങൾക്കോ വിശ്വസിച്ചിരിക്കുന്ന മറ്റു വ്യക്തികൾക്കോ താങ്കളുടെ പാരമ്പര്യത്തിനോ താങ്കളെ രക്ഷിക്കുവാൻ സാധിക്കത്തില്ല. പാരമ്പര്യത്തിന്റെ പേരും പറഞ്ഞ് ദൈവത്തിന്റെ വചനത്തെ കോട്ടിക്കളയുന്ന വിശ്വാസിയെ ഈ ശബ്ദ സന്ദേശം നിങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പാരമ്പര്യം വിളിച്ചു ഇരിക്കരുത്. യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ
ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. യേശു എന്ന രക്ഷിതാവിനെ മാത്രമേ മരണത്തിൽ നിന്ന് നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ സാധിക്കത്തുള്ളൂ. മരണത്തിനപ്പുറം നിങ്ങളുടെ നിത്യത ഉറപ്പാക്കുവാൻ നിങ്ങളുടെ മുൻപിലാണ് അവസരം തുറന്നു വെച്ചിരിക്കുന്നത്. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന കുഞ്ഞ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരം ഈ ഭൂമിയിൽ ജീവിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പോലെ നാം ഈ ഭൂമിയിലായിരിക്കുന്നത് നിത്യമായ ഒരു ജീവിതത്തിന് വേണ്ടി ജീവിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ സമയമാണ്. അതുകൊണ്ട് നമ്മുടെ നിത്യത എവിടെയെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുക. ഒന്നെങ്കിൽ യേശു ക്രിസ്തുവിനോടുകൂടെ നിത്യ പരദീസയിൽ നമുക്കതിനെ ചെലവഴിക്കാം, അല്ലെങ്കിൽ തേടാത്ത തീയും ചാകാത്ത പുഴുവും നിത്യകരച്ചിലും ദണ്ഡനയുമുള്ള നരകത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ എടുത്തെറിയപ്പെടുവാനിടയായി തീരും. സ്നേഹിത, ബൈബിളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നതിന് തക്കവണ്ണം കൊടുക്കുവാൻ യേശു ക്രിസ്തുവിന്റെ പക്കൽ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. രക്ഷ എന്ന് പറയുന്നത് എന്ത്? ശിക്ഷയിൽ നിന്നുള്ള വിടുതലയാണ് രക്ഷ എന്ന് പറയുന്നത്. പാപം ചെയ്ത് പാപത്തിന്റെ അന്ധകാരത്തിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ നിശ്ചയമായി മരിച്ചു കഴിഞ്ഞാൽ പാപിയായിരിക്കുന്ന മനുഷ്യൻ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും. അതുകൊണ്ട് ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കൊള്ളുക. താങ്കളുടെ രക്ഷ ഉറപ്പാക്കിക്കൊള്ളുക. രക്ഷിക്കപ്പെട്ട് യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് സ്നാനപ്പെട്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് പോലെ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ യേശു ക്രിസ്തു വാനമേഘങ്ങളെ കീറി മുറിച്ചുകൊണ്ട് രണ്ടാമത് മധ്യാകാശത്തിൽ വരുവാൻ സമയമാഗതമായിരിക്കുക. അതുകൊണ്ട് ബൈബിൾ പ്രവചനങ്ങൾ അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. യുഗം അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സമയമില്ല കേട്ടോ, നാളെ ആകട്ടെ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. സ്നേഹിത, യേശു ക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശം താങ്കളുടെ ഹൃദയത്തോടെ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ രക്ഷിതാവിനെ ഏറ്റെടുത്തു കൊള്ളുക, താങ്കളുടെ നിത്യത ഉറപ്പാക്കിക്കൊള്ളുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, താങ്കളുടെ നിത്യത താങ്കൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എവിടെ ചെലവഴിക്കും? ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, പാരമ്പര്യത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല, പണത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. എന്തിനേറെ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്റെ കൂടെ കാണുമെന്ന് പറയുന്ന സ്നേഹിതർക്കോ കൂട്ടാളികൾക്കോ നമ്മളെ രക്ഷിക്കാൻ സാധിക്കത്തില്ല കേട്ടോ. മരണം എന്ന കരാളഹസ്തം തേടിപ്പിടിക്കും മുൻപേ താങ്കളുടെ രക്ഷ ഉറപ്പാക്കുക. രക്ഷിക്കപ്പെടാൻ ഏക മാർഗം, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, യേശുവിന്റെ നാമം മാത്രം. രക്ഷിക്കപ്പെടാൻ ചെയ്യേണ്ട വസ്തുത എന്ത്? കർത്താവ് യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുക. അതുകൊണ്ട് ദൈവവചനമനുസരിച്ച് ജീവിച്ച് നിത്യത ഉറപ്പാക്കി യേശുവിന്റെ രണ്ടാം വരവെങ്കിൽ എടുക്കപ്പെടുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ സമയം പ്രാർത്ഥന ആവശ്യമുള്ളവർ താങ്കളുടെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഏത് അവസ്ഥയായിക്കൊള്ളട്ടെ, ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യമുള്ളവർക്ക് ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇല്ല, താങ്കൾ ആയിരിക്കുന്ന ഇരിപ്പിൽ കടന്നു വരാൻ കഴിയാത്ത അവസ്ഥയിലാണോ? ഞങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? കർത്താവേ, എന്റെ പാപി, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിൽ പരിഹാരത്തിനായിട്ട് അവിടുന്ന് 2025 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ അവതരിച്ചു. എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിച്ചു. എന്റെ പാപത്തിന് പരിഹാരത്തിനായിട്ട് എന്നെ വീണ്ടെടുക്കുവാനായിട്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ താങ്കളെ യേശു ക്രിസ്തു ദൈവപൈതലാക്കി ചേർക്കുന്നു. അതുകൊണ്ട് ആ യേശുവിന്റെ സ്നേഹത്തിന് മുൻപാകെ രക്തം തന്ന് നമ്മെ സ്നേഹിച്ച ആ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാമെന്ന ആഹ്വാനത്തോടെ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം നിങ്ങളെ ശ്രമിച്ചിരുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ബഹുമാന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഈ സമയം നമ്മുടെ താമി ചർച്ച് ഓഫ് ഗോഡിന്റെ ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം വർഗീസ് അവറുകൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവ് നമ്മെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ദേശത്തെ സുവിശേഷം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനമാക്കി ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യന് പുറത്തു വരാനുള്ള സത്യങ്ങളെ അറിയിക്കാൻ ഞങ്ങളുടെ മകൻ അല്ലമീനെ ദൈവം ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഈ ദേശത്തെ ശബ്ദം ശ്രമിച്ച എല്ലാ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദേശത്തും ഞെട്ടിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കുകയും കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ വേദനകൾ ഞങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടാകാറുണ്ട്. ഞങ്ങളെപ്പോലെ
അമ്മയ്ക്കും അപ്പനും ജനിച്ചു ജീവിച്ചു വളർത്തപ്പെട്ട കുഞ്ഞുങ്ങൾ വഴിമധ്യേ കടാരത്തുമ്പിൽ ജീവിതം അവസാനിക്കപ്പെടുമ്പോൾ, കയർത്തുമ്പിൽ ജീവിതം അവസാനിക്കുമ്പോൾ, ഒരു വർഷം പേഷ്യന്റെ അകത്ത് ജീവിതം അവസാനിക്കുമ്പോൾ, കർത്താവെ, ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുവാൻ, ജീവിതത്തിൽ പാപത്തിൽ രക്ഷ കണ്ടെത്തുവാൻ ഈ ദേശത്തുള്ള കുടുംബങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, കുഞ്ഞുങ്ങൾക്ക് ദൈവം ഇടയാക്കണം. മാതാപിതാക്കൾക്ക് നല്ല കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ ഈ ദേശത്തുള്ള കുഞ്ഞുങ്ങളെ നീ സഹായിക്കണം. നല്ല ഭർത്താവായി, നല്ല ഭാര്യയായി, നല്ല സാമൂഹിക പ്രവർത്തകരായി ജീവിപ്പാൻ ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം സഹായിക്കേണ്ടതിന് ദൈവദാസന്മാർ ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന സ്വർഗം കേൾക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദേശത്ത് ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനങ്ങളും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.